നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരം കൊണ്ടാണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോഴേ അതിനിടയിൽ ഒരു 4 മണി പലഹാരങ്ങൾ, നമ്മുടെ എന്താ പറയാ, നാടൻ പലഹാരങ്ങളൊക്കെ വേണ്ടേ. അപ്പം ഇന്ന് എല്ലാവർക്കും അറിയാം സുഖിയൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും സാധാരണ വീടുകളിലൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെയ്യാൻ പഠിക്കും. എന്തിനു വേണ്ടിയിട്ട് എന്തിനാ മെനക്കെടുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു നാടൻ പലഹാരമായിട്ട് അങ്ങ് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് സുഖിയനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വേണ്ടേ നമ്മളിത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഞാൻ ഇത്രയും തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുപയർ, പിന്നെ ഒരു 2 കപ്പോളം മൈദ, 2 കപ്പ്. പക്ഷെ ഞാനൊരു 4 സ്പൂണ് കണക്കൂട്ടി, വലിയ സ്പൂണാണ് എൻ്റേത്. അപ്പോൾ അങ്ങനെ കണക്കൂട്ടി എടുത്ത് വെച്ചിരിക്കുക. പിന്നെ ഒരു 3 സ്പൂണോളം കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി ഞാനിങ്ങനെ പൊടിച്ച് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അത്യാവശ്യം പായസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പൊടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓൾറെഡി പൊടിച്ചിങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ അത്ര എടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും വേണം നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപയറിനെ നമ്മൾ കഴുകി വാരി വെള്ളത്തിലിട്ട് കുക്കറി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറി വെച്ച് വേവിക്കുമ്പോൾ പയർ ഒത്തിരി വെന്ത് പോകരുത്. ആ രീതി വേണം. എന്നാൽ പയർ വേവുകയും വേണം. ആ രീതി വേണം നമ്മൾ കുക്കറി വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് സ്വല്പം വെള്ളം വെച്ചിട്ട് നമുക്ക് ആ ശർക്കരയെ പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ശർക്കര കണ്ടോ, അപ്പോൾ ഇങ്ങനെ ശർക്കര റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കട്ട ശരിക്കും അലിയണ്ടേ. അപ്പോൾ അത് ശരിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. പയർ വിട്ടുന്ന വേവട്ടെ, ശർക്കര ഇതിങ്ങനെ ആവട്ടെ. ആ സമയം കൊണ്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഈ മൈദയും ഈ കടലമാവും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഒരാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കട്ടിക്ക് കലക്കി വെക്കണമേ. കട്ടിയായിട്ട് വേണം കലക്കാൻ, ലൂസാവാൻ പാടില്ല. അങ്ങനെ ഞാൻ കലക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതേണ്ടേ ഞാൻ ഈ രീതിയിൽ ഇങ്ങനെ കട്ടിക്ക് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കട്ടിക്ക് കലക്കി വെക്കുക, ലൂസായി പോവരുത്. ശർക്കര നമുക്ക് ഇതിനകത്തേക്ക് ശർക്കരയും പയറും കൂടെ ഒക്കെ കുഴച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് മുക്കുമ്പോൾ അതിനകത്തേക്ക് പറ്റിപ്പിടിക്കണം. അപ്പോൾ ആ രീതിയിൽ കുഴച്ചെടുക്കുക. കട്ടി ഉണ്ടാവണം, അത് ശ്രദ്ധിക്കണം. എൻ്റെ കുക്കറിൻ്റെ പയറാണേ. അപ്പോൾ ഞാനതിന് തീ ഓഫ് ചെയ്യട്ടെ. കാരണം നേരത്തെ ഞാൻ 2 വിസിലിട്ട് ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഇച്ചിരി വേവാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നീട് ഒന്നുകൂടെ വീണ്ടും ഇട്ടതാണ്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ രീതിയിൽ കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. എൻ്റെ പയർ വെന്തത് കണ്ടോ, ഈ രീതിയിൽ വേവിച്ചെടുക്കണം. കണ്ടോ, വെന്തളിഞ്ഞിട്ടുമില്ല, എന്നാൽ എല്ലാ പയറും വെന്തിട്ടുമുണ്ട്. കണ്ടോ, വെള്ളവുമില്ല. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് 2 വിസിൽ വെച്ചു. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെന്തില്ലായിരുന്നു. പിന്നെ ഞാൻ 1 വിസിലും കൂടെ കൊടുത്തു. പിന്നെ വെള്ളം ഞാൻ അധികം കൊടുത്തില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ വെന്തപ്പോഴേക്കും പയർ വേവുകയും ചെയ്തു, വെള്ളവും ഇല്ലായിരുന്നു. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ വേണം സുഖിയന് പയർ വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി വിസിൽ വേപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുമ്പോൾ വെന്തളിഞ്ഞങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് കേട്ടോ എൻ്റെ പയർ കണ്ടോ വെന്തിരിക്കുന്നത്. അതുകൊണ്ട് ആവി കണ്ടോ ഇങ്ങനെ ക്യാമറയ്ക്കകത്തോട്ട് വരുന്നുണ്ടോ. കണ്ടോ പയർ വെന്ത് വൃത്തിയായിട്ട് ഞാൻ കാണിച്ചേ. അപ്പോൾ ഈ രീതിയിൽ പയറിനെ വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ഒരു പാത്രം വെച്ചു. ഇതാണ് പ്രശ്നം, നമ്മൾ ഈ ലൈറ്റർ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ വെക്കുവേ. എന്നിട്ട് നമ്മൾ സമയത്ത് കത്തിക്കാൻ നോക്കുമ്പോൾ കാണാൻ ലൈറ്റർ കാണത്തില്ല. അപ്പോൾ അതേ ഞാൻ കത്തിച്ചു. എന്നിട്ട് ഞാൻ ഈ ശർക്കര പാനി കുറച്ചെടുത്ത് ഒഴിച്ചു. എനിക്ക് ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മധുരം ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ശർക്കരപ്പാനി ഇട്ടിട്ട് ഞാൻ കുറേ തേങ്ങ അതിലേക്ക് കൊടുക്കുക. പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ശർക്കര കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ. ഏലക്കാപ്പൊടി പിന്നെ എത്ര ഇട്ടാലും നല്ലത് തന്നെയാണേ. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേ കൈക്കല്ല തുണിയാട്ടോ ആ സൈഡിൽ കണ്ടത്, ഞാൻ അതിനടുത്ത് മാറ്റിയിട്ടെ. കുറച്ചുകൂടി തേങ്ങ കൊടുത്തു. ഈ സാധനമാണ് ഇരുന്ന് കുരയ്ക്കണത് കണ്ടോ. ചില്ലാൻകുരുത്താണ്ട് ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ കുര കണ്ടോ കേട്ടോ. കണ്ടോ ജുലി, കണ്ടോ വാലാട്ടുന്നു ജുലി. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ആളുണ്ടാവും, അതങ്ങനെയാണ്. അപ്പോൾ തന്നെ ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുവല്ലോ.
അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ആ പയറും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ക്യാമറ പിടിച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേണ്ടേ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ തേങ്ങയും ഏലക്കപ്പൊടിയും ശർക്കര പാനി കാച്ചിയതും പയറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് മാറ്റി വെക്കുക ചെയ്യുന്നത്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒരു പാൻ വെച്ചിട്ട് ഒരു ചിരിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ അതാണ്ട് ഒരു പാൻ വെച്ചിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഞാൻ നന്നായിട്ട് ഇതിനെ ഈ ശർക്കരയുടെ വെള്ളമൊക്കെ ഉണ്ടാവും. തേങ്ങയ്ക്ക് അറിയാമല്ലോ, തേങ്ങ നമ്മൾ കൈകൊണ്ട് മൊത്തപ്പോഴും വെള്ളത്തിൻ്റെ മയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചിലപ്പം എൻ്റെ കയ്യിലൊരു വെള്ളമയം വരുന്നുണ്ട് കേട്ടോ. എന്നാലും സാലതേ ഞാൻ നന്നായിട്ട് ഇതിനെ പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അല്ല, ഇതിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക ചെയ്യുന്നത്. ഞാൻ തേങ്ങയുടെ നാരായത് കേട്ടോ, അത് മാറ്റി ഞാൻ ഈ രീതിയിൽ ഇതിനെ ദാണ്ടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ഈ മാവിലേക്ക് ഞാൻ, അപ്പോൾ ഉരുട്ടുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ. കട്ടി മാവല്ലേ, അപ്പോൾ നമുക്ക് കട്ടി മാവിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് ഈ എണ്ണയിലേക്ക് അത് ഇട്ടു. ചൂടായി കിടക്കുന്ന എണ്ണ അതേണ്ടേ. അങ്ങനെ ഞാൻ 3-4 എണ്ണ അങ്ങനെ ഉരുട്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കാം. അതാണ്ട് ഈ ഒരു നിറം ആയപ്പോഴേക്കും നമ്മൾ കോരി എടുക്കുക. അപ്പോൾ നോക്കി അല്ല, അത്രയും കോരി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണേ. അപ്പോൾ അതേണ്ടേ ഫുള്ള് എടുത്ത് എല്ലാം സുഖിയനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇനി. അപ്പോൾ ഇതിപ്പോൾ എണ്ണ തോരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത്. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേണ്ടേ നല്ല അടിപൊളിയായിട്ട് സുഖിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ശർക്കര ഒന്നും ഒത്തിരി ഓവറായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് ശർക്കര കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. നോർമൽ രീതിയിൽ മധുരം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഞാൻ ശർക്കര ചേർത്തിരിക്കുന്നത്. പിന്നെ മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ സുഖിയൻ കണ്ടതെല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തുറന്നുകൊണ്ടാവുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരോടും ടാറ്റാ.